ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 42ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ അക്ബറിൻ്റെ ഉമ്മ ഇന്നൊരു വീഡിയോയിലൂടെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് ആരോടും കൂട്ടുകൂടി കളിക്കണ്ട എന്നാണ്, അല്ലാതെ ആദിലനോടും നൂറേനോടും കൂട്ടുകൂടി കളിക്കരുത് എന്നല്ല. അത് നല്ല രീതിയിൽ ക്ലാരിറ്റി വരുത്തുന്നുണ്ട് ഉമ്മ ഒരു വീഡിയോയിലൂടെ വന്നിട്ട്. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഒനീൽ ആൻഡ് ലക്ഷ്മി വിഷയമാണ് ഇന്ന് ലാലേട്ടൻ ആദ്യം തന്നെ എടുത്തിട്ടത്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, നാട്ടുകാർക്കും വീട്ടുകാർക്കും ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഒന്നും ഒനീലിനെ കുറിച്ച് ഒരു ഡൗട്ടും ഇല്ല എന്ന്. പിന്നെ ചോദിച്ചത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്, നിങ്ങൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന്. അതിന് ഷാനവാസ് കൊടുത്തതും അക്ബർ കൊടുത്തതുമാണ് എനിക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റായിട്ട് തോന്നിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം അത് ജസ്റ്റ് പിടിച്ചതാണെന്ന് മനസ്സിലായിട്ട് കൂടി വീണ്ടും അത് എടുത്തിടേണ്ട ഒരു കാര്യം, ആ ഒരു മോട്ടീവ് എന്താണ്? അപ്പം നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് മസ്താനീൻ്റെ ഇത്രയും ദിവസത്തെ പെർഫോമൻസ് അത് വെച്ചായിരിക്കും അളക്കുക. അപ്പം അത് വെച്ച് അളക്കുമ്പോൾ ഇത് ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായി വന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. മസ്താനീൻ്റെ കാര്യത്തിൽ, ലക്ഷ്മീൻ്റെ കാര്യത്തിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് അത് ഗെയിമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ലക്ഷ്മി ഇന്ന് നല്ല രീതിയിൽ മാപ്പ് പറയുന്നുണ്ട്, സങ്കടത്തോടെ മാപ്പ് പറയുന്നുണ്ട്. പിന്നെ അവസാനം ലാലേട്ടൻ ഒനിയലിനോട് ചോദിക്കുന്നുണ്ട് മാപ്പ് അംഗീകരിച്ചോ എന്ന്. അപ്പോൾ ഒനിയൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആണുങ്ങൾ, മരിച്ചു പോയവർ, ജീവിച്ചിരിക്കുന്നവർ, ഇനി വരാൻ പോകുന്ന തലമുറകൾ, അങ്ങനെയുള്ളവരോട് നീ ക്ഷമ ചോദിക്കണമെന്ന്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല കാര്യമാണ്. ചിലർക്കൊക്കെ ഇതൊന്നും പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇന്ന് ഒനിലിൻ്റെ ഗ്രാഫ് കുത്തനെ കൂടിയതായിട്ടാണ് എനിക്ക് കാണാനുണ്ടായത്. ആ ഒരു ഹ്യൂമൻ പേഴ്സ്പെക്റ്റീവ്, ഹ്യൂമൻ ചിന്താഗതി, ദ ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്കിന്ന് ഒനിലിൽ കാണാൻ സാധിച്ചത്. പിന്നെ ലാലേട്ടൻ സംസാരിച്ചത് കിച്ചൺ ഇഷ്യൂസിനെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് ജിസേൽ ബിന്നിൻ്റെ ഇഷ്യൂ പറഞ്ഞു, ആര്യൻ അനുമോൾ അനീഷിൻ്റെ ഇഷ്യൂ പറഞ്ഞു, പിന്നെ നെവിൻ നമ്മുടെ പ്രവീൺ കുക്കീസ് ഉണ്ടാക്കിയ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്നോണം പ്രവീണിൻ്റെ എവിക്ഷൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സർപ്രൈസ്ഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവും കാണുന്ന വ്യക്തിയാണ്, എപ്പിസോഡും കാണുന്ന വ്യക്തിയാണ്. പ്രവീൺ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകുന്ന ഒരാളാണ്. പുള്ളി ഇപ്പം പോകേണ്ട ആളല്ല എന്ന് ഞാൻ പറയും. അതിനേക്കാൾ മുന്നേ പോകേണ്ട ആളുകൾ കുറേ ഉണ്ട് എന്ന് പ്രവീൺ ലാലേട്ടന് മുന്നേ വെച്ച് പറയുന്നുണ്ട്. ലാലേട്ടൻ അത് ശരിക്കും പറഞ്ഞ് അംഗീകരിക്കുന്നുമുണ്ട്. ലാലേട്ടൻ പലതവണ വീഡിയോയിലൂടെ വന്ന് പറയുന്നതാണ്, നിങ്ങൾ അർഹരല്ലാത്തവരെ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന്. ആ ഗെയിമിനെ തന്നെ ബാധിക്കും. ആ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു വരുന്ന ദിവസങ്ങളിൽ ഇമ്പാക്റ്റിനെ അത് സ്വാധീനിക്കും. വെറുതെ ചുമ്മാ അവിടെ ഇരിക്കുന്നവരെ പിടിച്ച് ആ ഗെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ത്രില്ല് നഷ്ടപ്പെടും. സോ അത് ചെയ്യല്ലേ നിങ്ങൾ. നിങ്ങൾക്ക് PR തന്നിട്ടുണ്ടായിരിക്കും എന്ന് കരുതിയും ചെയ്യല്ലേ. PRനേക്കാളും വലിയൊരു ജനസമൂഹമാണ് ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പ്രവീൺ ഈ ആഴ്ച പോകേണ്ട ആളേ അല്ല. അതിനുശേഷം ഒരു ടാസ്ക് നടത്തുകയായിരുന്നു, യോഗ്യരല്ലാത്തവർ. അതായത് ഇപ്പോൾ എവിക്ഷനുള്ളവരെ വെച്ചിട്ടാണ് ആ ടാസ്ക് നടത്തിയത്. യോഗ്യരല്ലാത്തവരിൽ ലക്ഷ്മീനെയാണ് എല്ലാവരും വോട്ട് ചെയ്തത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പിന്നെ എവിക്ഷനിൽ പോയില്ല, വീട്ടിലുണ്ട്, ഹൗസിൽ. അത് തിരുത്താനുള്ളൊരു അവസരം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുമെന്ന് കണ്ടറിയാം. അതിനുശേഷം സംഭവിച്ചത് ദേ വന്നു ദേ പോയി മസ്താനിയെ കുറിച്ചാണ്. പുള്ളിക്കാരി എവിക്റ്റ് ആയിരിക്കുകയാണ്. ഏറെക്കുറെ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് പുള്ളിക്കാരിക്ക് കുറച്ച് പുറമേ ഉള്ള സപ്പോർട്ടുകളുണ്ട്, അത് കാരണം ആരെങ്കിലും വോട്ട് ചെയ്ത് നിർത്തുമോ എന്നാണ്. പക്ഷേ അവർ പോലും കൈവിട്ടു എന്ന ഒരു വാസ്തവമാണ് ഇന്ന് മസ്താനി അംഗീകരിക്കേണ്ടി വന്നത്. അതിൻ്റെ അകത്ത് ആര്യൻ കാണിച്ച ആക്ട് ശരിക്കും പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാളെ ഇറങ്ങിപ്പോകുമ്പോൾ കാണിക്കേണ്ട ജസ്റ്റേഴ്സ് അല്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളല്ല മസ്താനി കാണിച്ചത്. പക്ഷേ ഇതൊരു ഗെയിമാണ്. അപ്പം അന്ന് മസ്താനി കാണിച്ചത് ഇപ്പോൾ കൊടുത്തപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനുശേഷം നമ്മുടെ ആര്യൻ ചെയ്ത പ്രവൃത്തി എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആര്യൻ്റെ ബെഡിൽ നമ്മുടെ നെവിൻ വന്ന് കിടന്നു. അപ്പം നെവിനെ ഒരു ചവിട്ട് ചവിട്ടിയിട്ട് അവൻ എണീറ്റ് പോകുന്നില്ല. അപ്പം ആര്യൻ നെവിൻ്റെ ബെഡിൽ പോയി കിടക്കുന്നു. അപ്പം നെവിൻ എണീറ്റ് മാറി അനുമോളുടെ അവിടെ പോയി കിടക്കുന്നുണ്ട് ബെഡിൽ. അതിനുശേഷം ആര്യൻ തിരിച്ചു വരാൻ നേരത്ത് നമ്മുടെ രന ഫാത്തിമ അവിടെ കയറി കിടക്കുന്നുണ്ട്. അപ്പം ഉറക്കപ്പീച്ചിലായിരിക്കാം, എന്താണ് ആ സിറ്റുവേഷൻ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പം ജിസേലിൻ്റെ ഭാഗത്തേക്ക് മാറിക്കിടക്കാൻ നോക്കിയതുമായിരിക്കാം ആര്യൻ. അതിനുള്ള ക്ലാരിറ്റി വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആര്യൻ നേരെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രന ഫാത്തിമ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ കവച്ച് വെക്കില്ലേ, രണ്ട് കൈയും കാലും ഇങ്ങനെ കവച്ച് വെച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോഴേക്കും രന പാനിക്കായി. ഒരു 19 വയസ്സുള്ള കുട്ടിയാണ്. രന പാനിക്കായി. അപ്പോഴേക്കും തട്ടി മാറ്റിയിട്ട് പിന്നെ എണീറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം ഇതിനെക്കുറിച്ച് ബിന്നിനോട് സംസാരിക്കുന്നുണ്ട്, ഇത് അനുമോളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബിന്നി സംസാരിക്കും, അല്ലെങ്കിൽ മിക്കവാറും രന തന്നെ സംസാരിക്കും, അല്ലെങ്കിൽ അനുമോൾ സംസാരിക്കും ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിനുള്ള ക്ലാരിറ്റി നാളെ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. ആരും നിന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷനോട് കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഇനിയിപ്പം വരുന്നുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാകുമായിരിക്കും. നല്ല ഗെയിം വരുന്നൊക്കെയാണ് പറഞ്ഞത്. അത് നമുക്ക് കണ്ടറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്.